ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ ഇന്ന് ക്രിസ്മസിൻ്റെ തലേന്നാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾക്കിവിടെ ക്രിസ്മസ് കരോളൊക്കെ ഇന്നാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ കരോളിന് മുമ്പായിട്ട് ഫുള്ള് നമ്മളിവിടെ ഡെക്കറേറ്റ് ചെയ്ത് പുൽക്കൂടൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം വീടിനകത്ത് തന്നെയാണ് കേട്ടോ ചെയ്ത്, പുറത്തൊന്നും ചെയ്തില്ല. അപ്പോൾ ഒരു 7:30-8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ കരോളുകാർ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെയൊക്കെ പള്ളിയിൽ നിന്നാണെങ്കിലും പല ഗ്രൂപ്പുകളായിട്ട് അങ്ങനെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മുടെ വാർഡിലേക്കുള്ള ആൾക്കാരാണ് ഇവർ ഇത്രയും പേര്. അപ്പോൾ ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കോമ്പറ്റീഷൻ പോലെയാണ് ഇപ്രാവശ്യം നടത്തുന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും നന്നായിട്ട് എന്താ പറയുക ചെയ്യുന്ന ഗ്രൂപ്പിന് ഗിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ നാളെ രാത്രിയിൽ പള്ളിയിൽ പോകുന്ന സമയത്ത്. അപ്പോൾ ഇതങ്ങനെ കരോളൊക്കെ വന്ന് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അത്യാവശ്യം കുറേ ആൾക്കാരും കുഞ്ഞു പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പോയി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഒരു പണി ഒപ്പിച്ചു. ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് തിരിച്ചു വരികയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ വീട്ടിലേക്ക് വന്നായിരുന്നു കേട്ടോ. എന്നിട്ട് ഇവിടെ കരോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു 3 ഗ്രൂപ്പുകാർ ഒന്നിച്ച് കരോള് ഭയങ്കര രസമായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അന്ന് രാത്രി ഞങ്ങൾ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ എല്ലാം കുളിച്ച് ഫ്രഷായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഇപ്പോൾ ഒരു ഉച്ചയാവാറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്കൊന്ന് പുറത്തേക്ക് പോകാനൊരു ചെറിയൊരു പർച്ചേസിങ് കേട്ടോ. വലിയ ഗംഭീരമായിട്ടൊന്നുമില്ല, ഒന്ന് എല്ലാവർക്കും കൂടി ഒന്ന് പുറത്ത് പോകണം. എടി, നമ്മുടെ ഈ ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുന്നു, നല്ല രസം. അത് നിനക്ക് കാണാൻ പറ്റുമോ? അമ്മോ, അത് കൊടുത്തേ, ഇതെടുത്തോ. ഇത് വായോ. മമ്മി കുക്ക് ചെയ്യുന്നൊക്കെ എടുത്ത് വീഡിയോ ഇട്ട് ഞാൻ ആരാധകർ, പിന്നെ മമ്മിയുടെ ആരാധകർ ഇളകും. നാണമില്ലേ നിങ്ങൾക്ക്? വല്ലതും പണിയെടുക്കാൻ കൂടിക്കൂടെയും ചോദിച്ചോണ്ട്. ആരാ? ഓ, കൊള്ളാം. വാടി മമ്മി, മതിയായിരുന്നു വറുത്തത്. പിന്നെ ശരിക്കും പറഞ്ഞു ഇന്നതൊന്നും കഴിക്കാൻ പാടില്ലല്ലോ. ഞാൻ പറഞ്ഞു 24-ാം തീയതി എല്ലാവരും നോമ്പ് ചെയ്തു. അങ്ങനെയാണ് സാധാരണ ചേട്ടന്മാർ ചെയ്യുന്നത്. കൈയടങ്ങി വരാവേ. ചിക്കൻ മസാല ഇടണം. അപ്പോൾ ആ മസാല ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി അരച്ചും ചേർക്കണം ഇതിനകത്താ. എന്താ ലുക്കല്ലേ, ചെറുതായിട്ടല്ലേ? ഉപ്പുണ്ട്. വായോ. അപ്പം ഞാൻ ശകലം ഉപ്പ് ചേർത്തുള്ളൂ. എന്നെ എടുത്ത് വെക്കലേ. കറി മീന് വറുത്തത് ചതച്ചത്. മീൻ വറുത്തോ? ഞങ്ങൾക്ക് ബാക്കി അതിപ്പോൾ വേറെ ഇല്ല. 1/2 കിലോ കൊള്ളുന്നൊക്കെ അതിൽ പട്ടയപ്പം കഷ്ണം വളർത്തിട്ടാണ് എടുത്ത് കഴിക്കപ്പാ. ചോറും തരാം, എടുത്തു തരണം. അങ്ങനെയല്ല വിട്ടേ, ഞാൻ വേറെ തരാം. ഒരു എല്ല് പോലത്തെ പീസ് ഉണ്ടായിരുന്നു ഇവിടെ. കൊച്ചുറാണിയുടെ പോലത്തെ പ്രാന്താ. എന്താ ഇങ്ങോട്ടേക്ക് കൊച്ചുറാണിന്റെ അതെടുത്തിട്ടുണ്ട്. ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല, വണ്ടിക്കകത്ത് ഇടാൻ വേണ്ടി എടുത്തു. എന്റെ വാച്ച് എല്ലാം കേട. അമ്മ, ഇതൊരു ലൈറ്റ് തെളിച്ചിട്ടേക്കുന്നത്.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് പോട്ടെ. അപ്പോൾ ഞങ്ങൾ ജയലക്ഷ്മിയിലേക്കാണ് പോകുന്നത്. കുറച്ച് ഡ്രസ്സ് എടുക്കാൻ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ മമ്മി അനിയത്തി ഇതാട്ടോ. ഇന്നാൾ മമ്മീനെയും കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മമ്മിയോട് പറഞ്ഞപ്പോൾ എന്താ മമ്മി ഇതാ ഷൂട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന് തന്നാണ്. അപ്പോൾ അത് ഞങ്ങൾ ജയലക്ഷ്മിയിലേക്ക് ചെന്നു. അവിടെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ക്രിസ്മസിൻ്റെ തലേന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് റോഡിലും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് അവിടെ അധികം സമയം പോയോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയമൊക്കെ അവിടെ നിന്നു. ഡ്രസ്സ് ഇങ്ങനെ എന്താ പറയുക കണ്ടുപിടിച്ചെടുക്കാനുള്ളൊരു തിരക്ക് മാത്രം. അത് കഴിഞ്ഞിട്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ റോഡിൽ വലിയ ബ്ലോക്കൊന്നുമില്ല. സാധാരണ ഉള്ള ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്യാവശ്യം എല്ലാവരും പുറത്ത് പോയെന്ന് തോന്നുന്നു, ഇവിടെ ആരും ഇല്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്നതാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടില്ലേ അമ്മൂൻ്റെ കൈ പൊള്ളി കേട്ടോ. ഞങ്ങൾ കരോള് വരുന്നതിന് മുമ്പായിട്ട് വീട്ട് എന്താ പറയുക ഡെക്കറേറ്റ് ചെയ്തതിൻ്റെ സമയത്ത് നമ്മൾ കുറച്ച് ക്യാൻഡിലും കാര്യങ്ങളൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കരോളുകാർ വരുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് അമ്മ വെറുതെ ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് ബഹളം ഉണ്ടാക്കി എൻ്റെ മേത്ത് ഇങ്ങനെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഞാൻ വീഴാൻ പോയപ്പോൾ അമ്മു ഇങ്ങനെ ജസ്റ്റ് ഞാൻ ഇങ്ങനെ തള്ളിയപ്പോൾ അമ്മു ആ ക്യാൻഡിലിൻ്റെ മുകളിലേക്ക് പോയി ഇങ്ങനെ വീണു കേട്ടോ. എന്നിട്ട് ആ ക്യാൻഡിലിൻ്റെ ആ മെഴുകുതിരിയുടെ എല്ലാം കൂടെ അമ്മുൻ്റെ കയ്യിലേക്ക് തെറിച്ചിട്ട് അത്യാവശ്യം ഞാൻ നോക്കിയപ്പോൾ തന്നെ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യത്തിൽ അവിടെ ക്യാൻഡിൽ വെച്ച കാര്യം ഞങ്ങളെല്ലാവരും മറന്നുപോയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കരോളുകാർ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അമ്മുനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, അവർ ഓയിൻമെൻറ്റൊക്കെ തന്നു. അപ്പോൾ ആദ്യത്തെ ചെന്ന് അവരൊന്ന് ഇങ്ങനെ കെട്ടി വെച്ച് തന്നു. അപ്പോൾ ഒരു ദിവസം രാത്രി ആ പൊള്ളി അന്ന് അമ്മുന് കൈയൊക്കെ വെച്ച് കിടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അപ്പോൾ പിറ്റേ ദിവസം അഴിച്ച് കളയണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ഡ്രസ്സിങ്ങൊക്കെ ചെയ്തു. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ ഓക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലൊക്കെ എത്തിയിട്ട് ഇന്നാണ് രാത്രി പള്ളിയിൽ പോകേണ്ടത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പള്ളിയിലേക്ക് ഇറങ്ങി. രാത്രി പള്ളിയിൽ എല്ലാ ആൾക്കാരും വരും കേട്ടോ. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതാ പള്ളിയിലേക്ക് കയറുന്ന എൻട്രൻസ് ആയിരുന്നു. പള്ളിയിലേക്ക് അവിടെ എല്ലാം ലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കയറുന്ന ആ സൈഡിലായിട്ട് തന്നെ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുൽക്കൂടൊക്കെ ചെറുതായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം പള്ളിയിൽ 11:30 കുർബാന. 11:30 ഇപ്പം കുർബാനയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പള്ളിയിൽ സൺഡേ ആണെന്ന് പറഞ്ഞാൽ പോലും നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഇന്നും നമുക്ക് പള്ളിക്ക് അകത്ത് കയറാനൊന്നും സ്ഥലം ഉണ്ടാവില്ല. നല്ല ആൾക്കാരായിരിക്കും അതിനകത്ത്. അപ്പോൾ പുറത്തേക്ക് അവർ ചെയറൊക്കെ തരും കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ചെയർ തന്നില്ലായിരുന്നു. ഇപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്, അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ചെയറൊക്കെ തരും. അപ്പോൾ ഞങ്ങൾ തൽക്കാലം അവിടെയൊക്കെ കയറിയിരുന്നു. പിന്നെ രാത്രി 12 മണിയൊക്കെയാണല്ലോ, ആ സമയത്ത് ആയതുകൊണ്ട് കാപ്പി കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മമ്മിക്കൊക്കെ നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മമ്മിക്കൊക്കെ അവൾക്കും കൂടെ കാപ്പിയൊക്കെ എടുത്ത് കുടിച്ചു. പിന്നെ അമ്മൂനും ഞങ്ങൾക്ക് വേണ്ട കേട്ടോ. അമ്മൂന് വേണ്ടെന്ന് പിന്നെ ഞങ്ങളാരും കുടിച്ചൊന്നുമില്ല. അപ്പോൾ ഇതാ അവിടെ പ്രദക്ഷിണം ഇറങ്ങി ഉണ്ണീശ പിറന്ന ആ സമയത്ത് അവിടെ ഇതാ പടക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തിരക്കില്ലാതെ തന്നെ വെച്ചാൽ എല്ലാവരും പ്രദക്ഷിണം പോയതാണ്. ഞാനും മമ്മിയൊന്നും പോയില്ല. അപ്പോൾ പ്രദക്ഷിണം കഴിഞ്ഞ് വന്നിട്ടും കരോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പള്ളിയുടെ മുറ്റത്തായിട്ട്. അപ്പോൾ ഇങ്ങനെ ബാക്കിയുള്ള ആൾക്കാർ കയറി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇവരവിടെ നിന്ന് കളിക്കുന്നൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ഇരുന്നതുകൊണ്ട് ഞങ്ങൾക്കത് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റി. അപ്പോഴും പ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരെയൊന്നുമില്ല, തൊട്ട് താഴെ പോയിട്ടേ വരുവുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മു എന്തായാലും പോയി, അമ്മുവിന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മു പോയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും പിന്നെ മമ്മിക്ക് നടക്കാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെ പോയില്ല. അപ്പോൾ നമ്മുടെ ഇടവക പള്ളിയിൽ 11:30 പക്ഷേ വേറെ അടുത്തുള്ള പള്ളികളിലൊക്കെ 10:30 ആയിരുന്നു കേട്ടോ. പല സമയത്തായിരുന്നു. 11:30 ചില പള്ളികൾ 12 മണിക്കും ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് 11:30, വേറെ സ്ഥലത്ത് 10:30 അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ 10:30 തുടങ്ങുന്നവർക്ക് കുറച്ചും കൂടെ നേരത്തെ വീട്ടിൽ ചെല്ലാം. നമ്മളൊരു 2 മണിയൊക്കെ ആയിട്ടോ വന്നപ്പോൾ. അപ്പോൾ വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് അമ്മുവിൻ്റെ ഉടുപ്പ് കാണിക്കുന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്രിസ്മസ് രാത്രി പള്ളി കഴിഞ്ഞ് വന്നിട്ട് നമ്മളിതാ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാത്രമല്ലേ, വേറെ അധികം അങ്ങനെ ആരുമില്ല. അപ്പോൾ ഇതാ കേക്ക് അത് അവൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്യണം. പിന്നെ മമ്മി വൈൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കേക്കും വൈനും കൂടെ നമ്മൾ പള്ളി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ കുടിക്കും. വൈൻ കുടിക്കും, കേക്ക് കട്ട് ചെയ്യും. അപ്പോൾ ഇതാ കേക്കൊക്കെ കട്ട് ചെയ്തു. അമ്മു കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ കേട്ടോ ബഹളം വയ്ക്കുന്നത്. അപ്പോൾ അമ്മു അതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗ്. ഇതാണ് നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ.